ലോകത്തിലെ ഏറ്റവും വലിയ മിഠായി കമ്പനികളിൽ ഒന്നാണ് കാഡ്ബറി. ലണ്ടനാണ് ഇതിന്റെ ആസ്ഥാനം. മോണ്ടലീസ് ഇന്റർനാഷണൽ എന്ന വമ്പൻ അമേരിക്കൻ മിഠായി കമ്പനിയാണ് ഇപ്പോൾ കാഡ്ബറിയുടെ ഉടമ. നമുക്കെല്ലാം പരിചിതമായ ഡയറി മിൽക്ക് നിർമ്മിക്കുന്നത് കാഡ്ബറിയാണ്. 1824 ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ ചായയുടെയും കാപ്പിയുടെയും ചോക്ലേറ്റ് പാനീയത്തിന്റെയും വിൽപ്പന തുടങ്ങിയ ജോൺ കാഡ്ബറിയിൽ നിന്നാണ് കാഡ്ബറി കമ്പനിയുടെ തുടക്കം. വിലയേറിയ ചോക്ലേറ്റ് പാനീയത്തിന്റെ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ജോൺ കാഡ്ബറി സഹോദരൻ ബെഞ്ചമിനുമായി ചേർന്ന് ബിസിനസ് വികസിപ്പിച്ചു. അങ്ങനെ കമ്പനിയുടെ പേര് കാഡ്ബറി ബ്രദേഴ്സ് എന്നായി. കാഡ്ബറിയുടെ പ്രധാന എതിരാളിയായിരുന്ന ഫ്രൈസ് കമ്പനി 1847 ആദ്യത്തെ ചോക്ലേറ്റ് ബാർ നിർമ്മിച്ചു. തുടർന്ന് 1849 കാഡ്ബറി അവരുടെ ആദ്യ ചോക്ലേറ്റ് ബാർ അവതരിപ്പിച്ചു. 1854 വിക്ടോറിയ രാജ്ഞിക്കു വേണ്ടി ചോക്ലേറ്റ് നിർമ്മിക്കാനുള്ള അവകാശം കാഡ്ബറിക്ക് ലഭിച്ചു. എന്നിട്ടും കമ്പനി പതിയെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. 1861 ജോൺ കാഡ്ബറിയുടെ മക്കളായ റിച്ചാർഡും ജോർജും കമ്പനി ഏറ്റെടുത്തു. ചോക്ലേറ്റ് നിർമ്മാണത്തിലേക്ക് മാത്രം കമ്പനിയുടെ ശ്രദ്ധ തിരിച്ച അവർ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകി. ചോക്ലേറ്റ് ബോക്സുകൾ പോലെയുള്ള നൂതന ആശയങ്ങളുമായി അവർ വിപണി കീഴടക്കി. കാഡ്ബറി കമ്പനിയുടെ ജൈത്രയാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. ബോണവിൽ എന്ന് പേരിട്ട പുതിയ എസ്റ്റേറ്റിൽ അവർ വിശാലമായ ഫാക്ടറി സ്ഥാപിച്ചു. കുറച്ചു വർഷത്തിനു ശേഷം അതിനടുത്തായി ഒരു മാതൃകാ ഗ്രാമം സ്ഥാപിച്ച് കമ്പനി ജീവനക്കാരെ താമസിപ്പിച്ചു. 1905 കാഡ്ബറി ഡയറി മിൽക്ക് പുറത്തിറക്കി. 1914 ആയപ്പോഴേക്കും കാഡ്ബറിയുടെ ബെസ്റ്റ് സെല്ലിംഗ് ഉൽപ്പന്നമായി ഡയറി മിൽക്ക് മാറി. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുടെ കാലത്ത് മഹത്തായ സേവനമാണ് കാഡ്ബറി ബ്രിട്ടീഷ് സൈന്യത്തിന് നൽകിയത്. 1948 കാഡ്ബറി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ഇവരുടെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഡയറി മിൽക്ക്, ബോണവിൽ, 5 സ്റ്റാർ, ടെംപ്ടേഷൻസ്, എക്ലേഴ്സ്, പെർക്ക്, ജെംസ്, ടാങ്ക്, ഓറിയോ തുടങ്ങിയവ കാഡ്ബറി ഇന്ത്യയിൽ പുറത്തിറക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്.